ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒച്ചയിട്ട് സംസാരിച്ച ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇല്ലാത്ത, അങ്ങനെ ശബ്ദിക്കാത്ത ഭാര്യമാർക്ക് സ്വർഗത്തിൽ കൊട്ടാരമുണ്ട്. നമ്മൾ ഒന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് ഗവേഷണം ചെയ്ത് നോക്കണം. കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ ഇവൾ എന്നോട് എത്ര പ്രാവശ്യം ചാടി കയറിയിട്ടുണ്ട്, കയർത്ത് സംസാരിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം എന്നോട് എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കൊന്നും കിട്ടൂല. ഇനി കിട്ടും ഇൻഷാ അല്ലാഹ്. ഇന്ന് പോയി പൊരുത്തം ചോദിച്ചാൽ കിട്ടും. ചിലപ്പോ നാളെ അവളെ വടിയായി പോയാലോ, നാളെ ചില വടിയായി പറയാൻ പറ്റില്ല. ഇന്ന് പോയി പൊരുത്തം ചോദിച്ചോണം ഇൻഷാ അല്ലാഹ്. ഇവിടുന്ന് പോകുന്നവരുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, പോയി കഴിഞ്ഞും കൊടുക്കട്ടെ. അല്ല, പൊരുത്തം ചോദിക്കാൻ വേണ്ടി അതിന് മുമ്പ് അങ്ങനെ മറ്റു പോകാതിരിക്കാൻ വേണ്ടി പറയുന്നത്. പോയിട്ട് ഇന്ന് പോയി പൊരുത്തം ചോദിച്ചോണം. എന്ത് വിഷയം വന്നാലും നമ്മൾ ഭാര്യ ഭർത്താവിനോടാണ് പൊരുത്തം ചോദിക്കേണ്ടത്. അങ്ങോട്ട് തിരിച്ചും ചോദിച്ചോണം, അത് നമ്മളോടുള്ള കണക്ക്. പക്ഷെ ഹദീസിൽ കാണുന്നത് അയ്യുമാ ഇംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാമിൻ ദഖലത്തിൽ ജന്ന കമാ ഖാല റസൂലുള്ളാഹി. ഏതെങ്കിലും ഒരു ഭാര്യ മരിക്കുന്ന സമയത്ത് തന്റെ ഭർത്താവിന്റെ പരിപൂർണ്ണ തൃപ്തിയോടുകൂടിയാണ് ഒരു ഭാര്യ മരിക്കുന്നതെങ്കിൽ അവൾ സ്വർഗത്തിലാണെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ മഹദിയായ ഖദീജ 25 വർഷ കുടുംബ ജീവിതത്തിന്റെ ഒടുവിൽ അവസാനമായി ലോകത്ത് നിന്ന് വിട പറയുന്ന വേളയിൽ ബഹുമാനപ്പെട്ട ഖദീജ ബീവി രോഗശയ്യയിൽ കിടക്കുകയാണ്. ഖദീജ ബീവിയുടെ രോഗം ഊർജിക്കുമ്പോ ബഹുമാനപ്പെട്ട ഖദീജ ബീവി നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്മഅ വസായാ, എന്റെ ഉപദേശം ഒന്ന് കേൾക്കണേ, എന്റെ ഉപദേശം ഒന്ന് കേൾക്കണേ നബിയേ. മരണത്തോടടുത്ത് കിടക്കുകയാണ് മഹദിയായ ഖദീജ, മരിക്കാൻ പോവുകയാണ് മഹദിയായ ഖദീജ. 65ഓളം വയസ്സായ ഖദീജ റളിയല്ലാഹു തആല അൻഹാ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളെ അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് നിറ കണ്ണുകളോട് ഖദീജ ബീവി പറയുകയാണ്, നബിയേ ഫഅഫുനി യാ റസൂലല്ലാഹ് ഇന്നി ഖാസിറുൻ ഫീ ഹഖിക ഫഅഫുനി യാ റസൂലല്ലാഹ്. ഏത് പെണ്ണാണ് പറയുക, എന്റെ പൊന്നു പെങ്ങളെ, പൊന്നു സഹോദരിമാരെ, ഓർക്കണേ, ലോകത്തിന്റെ നേതാവിന്റെ മഹദിയായ പ്രിയങ്കരിയായ ഖദീജ ബീവിയാണ് ഈ ലോകത്ത് വിട പറയുന്ന വേളയിൽ നിറ കണ്ണുകളോടെ തന്റെ പ്രവാചകനോട് പൊരുത്തം ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഖാസിറുൻ ഫീ ഹഖിക. 25 വർഷ ജീവിതകാലത്തിൽ അങ്ങയുടെ കുടുംബ ജീവിതത്തിൽ എന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ട്. ഫഅഫുനി യാ റസൂലല്ലാഹ്, എന്നോട് മാപ്പാക്കണേ, എന്നോട് പൊറുക്കണേ നബിയേ. നബിതങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു വാക്ക്, നബിതങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു വാക്ക്, എന്നോട് പൊറുക്കണേ. ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താ നേരത്തെ പറഞ്ഞത്, ലം തർഫഅ സൗതഹാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ശബ്ദം ഉയർത്തി സംസാരിക്കാത്ത ഖദീജയാണ്. 40 വയസ്സ് ഖദീജ, 25 വയസ്സ് നബിതങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്ത ഖദീജ ബീവി പൊരുത്തം ചോദിക്കുന്ന മരിക്കാറായി കിടക്കുന്ന സമയത്ത്, മരണത്തോട് അടുത്ത് കിടക്കുന്ന സമയത്ത് പൊരുത്തം ചോദിക്കുകയാണ്. ഇന്നി ഖാസിറുൻ ഫീ ഹഖിക ഫഅഫുനി യാ റസൂലല്ലാഹ്. പൊരുത്തം നബിയെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അത് കേട്ടപ്പോൾ സഹിക്കവയ്യാതെ ഖദീജ ഹാശാ വകല്ലാ മാ റഅയ്തു മിൻക തഖ്സീറാ ഇല്ല ഖദീജ. അങ്ങനെ പറയരുതേ ഖദീജ, എന്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്നിൽ നിന്ന് ഒരു അപാകത പോലും ഞാൻ കണ്ടിട്ടേ ഇല്ല ഖദീജ. കണ്ടിട്ടില്ല. എത്ര വലിയ കുടുംബം അല്ലേ, എത്ര വലിയ സന്തോഷം. ആലോചിച്ച് നോക്കാം, 40 വയസ്സ് ഭാര്യയ്ക്ക്, 25 വയസ്സ് ഭർത്താവിന്, ആ വയസ്സായ 25 വർഷം ഒരു കുടുംബ ജീവിതം നയിച്ചു. ആലോചിച്ച് നോക്കി എന്തായിരിക്കും അപ്പൊ അവരുടെ അവസ്ഥ. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ 42 വയസ്സാകുമ്പോൾ അവളെ വീട്ടിൽ കൊണ്ടാക്കേണ്ടി വന്നാൽ
അവരുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അവരുടെ കുടുംബജീവിതത്തിലായിരുന്നു. നബി തങ്ങളുടെ 11 ഭാര്യമാരിൽ ഏറ്റവും വലിയ സന്തോഷം ഖദീജ റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള ജീവിതത്തിലായിരുന്നു. അറിയോ? അതാണ് പക്വതയും പാകതയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത്. ചുമ്മാ നമ്മൾ പോയി 16, 17, 18 പോക്കിക്കൊണ്ടിരിക്കും. ചമ്മന്തി അരിക്കാൻ അറിയത്തില്ല, ഒരു ജ്യൂസ് അടിച്ചു തരാനും അറിയില്ല. പാത്രം കഴുകാൻ വെച്ചിരിക്കുന്ന സബീനെ എടുത്തിട്ട് ഉപ്പാന്നും പറഞ്ഞിട്ട് ഇവള് പിന്നെ പോയിട്ട് ഇയാൾക്ക് കക്കൂസിന്ന് കയറാൻ വല്ല സമയം കാണുമോ? പിന്നെ അവിടെ കക്കൂസിന്നോട് സബീന എന്ന് വിളിക്കേണ്ടി വരും. എടി സബീന അറിയില്ല പണ്ടാറടക്കാൻ. ഈ സംഭവം ഒന്നും ഉപ്പും ഇതൊക്കെ ഒരേപോലെ എല്ലാം അടുത്തടുത്തല്ലേ കൊണ്ടുവച്ചിരിക്കുന്ന സംഭവം. ഇതൊന്ന് മനസ്സിലാക്കണ്ടേ, ഇതൊക്കെ ഒന്ന് പഠിക്കണ്ടേ, ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ, ഇതൊക്കെ അറിയണ്ടേ. അതുകൊണ്ട് ഉമ്മാമാരി പെൺകുട്ടികളൊക്കെ ഒന്ന് പഠിപ്പിക്കണം. വല്ല വീട്ടിലൊക്കെ പോയി നിൽക്കേണ്ട, അടുക്കള കയറി പാത്രം കഴുകു, ചമ്മന്തി അരിക്ക്, രസം വയ്ക്കുക, മോര് വയ്ക്കുക, ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇതൊക്കെ വെച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം. വടക്കോട്ടൊക്കെ പോയ ഈ പെണ്ണുങ്ങൾ അസൂയ തോന്നിപ്പോവും. എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഞാൻ ജോലിക്കാരുണ്ട്. ഇല്ല സ്ഥലം ജോലിക്കാരൊന്നില്ല സ്ഥലം നമ്മ പെണ്ണുങ്ങൾ നല്ല പാങ്ങൽ വെച്ച സ്ഥലം അവരങ്ങനെ വെച്ച നല്ല റാഹത്തായ ഭക്ഷണം പടച്ച റബ്ബേ. അപ്പൊ നമ്മൾ ആലോചിച്ചു, നമ്മുടെ പെണ്ണും പിള്ള 2 ചമ്മ, ഒരു ചമ്മന്തി അരിച്ച്, ഒരു തോരനും ഒരു രസമൊക്കെ വെക്കുമ്പോഴത്തേക്ക് കൈയുടെ ഒന്ന് നെക്കി ഞാൻ നാളെ നീ ചമ്മന്തി അരക്കണ്ട, എനിക്ക് നെക്കാൻ വയ്യ പഠിച്ചവന്. ഇതല്ലേ പരിപാടി. എന്തെല്ലാം ഒരു ചായ കുടിക്കാൻ നമ്മൾ അവരുടെ വീട്ടിൽ പോയാല് സുബ്ഹാനല്ലാഹ് ഒരു 10-20 പൊരിയൽ ഐറ്റംസുകൾ. എങ്ങനെ ഈ പെണ്ണുങ്ങൾക്ക് ഇതുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? അസൂയ തോന്നി. നമ്മള് കണ്ണുവിടും. കാണാത്തതുകൊണ്ട് രക്ഷപ്പെട്ട്, കണ്ടാ കണ്ണു വിട്ടുപോകും. അത്രയ്ക്ക് നിമിഷം നേരം കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കുമ്പോ ഞാൻ ആലോചിച്ചു പോണി. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെങ്ങാനും ഇവര് വിരുന്ന് വന്ന നാണക്കടാക്കി നമ്മള് ഒരു കറിയും കൊണ്ടുവയ്ക്കും, ഒരു സാമ്പാറും കൊണ്ടുവയ്ക്കും. ഇതേ ഉള്ളു സംഭവം. അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കൂല. കടയിൽ നിന്ന് പഴയ എക്സ്പയർ ആയ ബിസ്ക്കറ്റ് ഒക്കെ കാണും, ഒരുമാതിരി ആ പുഴു കയറിയിരിക്കുന്ന സാധനം, അതൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്ന പറയും. അല്ല അവിടെ അവരന്നേരം ഉണ്ടാക്കുന്ന സാധനം എന്തൊക്കെയൊക്കെ ഓരോരോ പേരുകൾ, ചെറ്റിപ്പറ്റല്, പരിക്കിഴിക്കെന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ഈ മുട്ടയിട്ടുണ്ടാക്കുന്ന ഒരു പരിപാടികളുണ്ട്. ആ മുട്ടയ്ക്ക് വായങ്ങളുണ്ടായിരുന്ന വിളിച്ചു പോകിയാൽ മതി, എന്നെ നിർത്തുമോ ആ കോലത്തില. മുട്ടമാല, മുട്ട മസാല, മുട്ട അൽവാസ, മുട്ട ആലിസ, മുട്ട ദിൽസ എന്ന് പറഞ്ഞ കുറെ സാധനങ്ങൾ നൂല് പോലെ ഇങ്ങനെ ഇരിക്കും. ഇതെല്ലാം മുട്ട പരിപാടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് അൽഹംദുലില്ലാഹ് ഒരു ഭർത്താവിന്റെ ആഗ്രഹം പോലെ ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്ത സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കണം. ഒരു പെണ്ണുങ്ങള് രാത്രി ചിലപ്പം പാതിരാത്രി വഴിയോരത്ത് ചിലപ്പോൾ മീൻ കിട്ടുന്ന സമയം 12 മണിക്കായിരിക്കും നല്ല നെയ്മീൻ കടന്ന് പിടയ്ക്കുന്നത് കണ്ടിട്ട് വാങ്ങിക്കൊണ്ട് വരുന്നത് ഇയാള്. അപ്പൊ ഇവള് 3D സിനിമ സബീന നല്ല ഞാൻ വരുന്ന വഴിയില് ഞാൻ കൊല്ലത്തുനിന്ന് നല്ല സൂപ്പർ പിടയ്ക്കുന്ന നെയ്മീൻ മേടിച്ചിട്ടുണ്ട്. നീ ഇതൊന്ന് പൊരിച്ചങ്ങോട്ട് നമുക്ക് 2 കൂടെ തിന്ന പറ്റില്ല 12 മണിക്ക്. അതുകൊണ്ട് ഫ്രിഡ്ജിലോട്ട് കണ്ടിട്ട് മാറിക്കണ്ടെന്ന് പറഞ്ഞു 12 വായി നോക്കിയിട്ട് വന്നേക്കണ്ടില്ല. 12 മണിക്ക് മീന് പൊക്കിക്കൊണ്ട് ഇനിയിപ്പോ മീനുണ്ടാക്കി 12 മണിക്ക് തീർന്ന അവിടെ പെണ്ണും പിള്ളയുടെ പരിപാടി തീർന്ന. അല്ല, എന്റെ കൂടെ ഒരു ഉസ്താദ് കൂടെ ഉണ്ട്. അവർക്ക് അദ്ദേഹത്തിനോട് വേണ്ടി പെട്ടെന്ന് എഴുതിട്ട് വരാം. ഉസ്താദ്മാരോട് ഭയങ്കര മുഹബത്തായി പെണ്ണുങ്ങൾ കേട്ടോ. ചെറുപ്പക്കാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഉസ്താദ്മാരുടെ പേര് പറഞ്ഞിട്ടാണ്. മീൻ മേടിച്ചു കൊടുത്തിട്ട് പറയും അയാൾക്ക് തിന്നണം. അപ്പൊ അതിന് വേണ്ടി ഒരു പരിപാടി പള്ളിയിൽ ഉസ്താദിന് വേണ്ട നീ പെട്ടെന്ന് പൊരിച്ചത് പറഞ്ഞാൽ പെട്ടെന്ന് പൊരിച്ചു വരും. എന്നിട്ട് ഇയാള് ആ കടയുടെ തിന്നെ കൊണ്ടുവരുന്ന ഒറ്റയ്ക്കിരുന്ന് തിന്നും തന്റെ പേരും പറഞ്ഞിട്ട്. പിറ്റേ ദിവസം പെണ്ണുമ്പോൾ വിളിച്ചു നോക്കി, ഉസ്താദേ ഇന്നലത്തെ മീൻ പൊരിച്ചം കൊണ്ടായിരുന്നു. ഏത് മീൻ പൊരിച്ചത്? അല്ല ഇന്നലെ ഇക്ക മേടിച്ചിട്ടെന്താ മീൻ പൊരിച്ചത് നിങ്ങൾ തിന്നില്ലേ? ആര്യാത് ഇക്കയുടെ പേര് പള്ളിക്കാട്ട് ഒരാഴ്ചയായി. പിന്നെന്താ? അപ്പൊ ഈ ഒരാഴ്ചയായിട്ട് ഇയാള് മീൻ പൊരിച്ച് തിന്നത് മൊത്തവും ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ടാ. GST ഉസ്താദിന്റെ. കാരണം അല്ലാതെ പൊരിച്ചു കൊടുക്കുന്നില്ലല്ലോ. ഈ പേരും പറഞ്ഞ നല്ല ഫ്രഷ് ആയ സാധനം അപ്പൊ തന്നെ രാത്രി ഒന്ന് പൊരിച്ചു തിന്നണ്ടേ? ആ പച്ചക്കൊന്ന് തിന്നണ്ടേ? രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് രാത്രി അൽഹംദുലില്ലാഹ് രാത്രിയാകുമ്പോൾ 12 മണിയാകുമ്പോൾ പിള്ളേരിൽ അവർ ഉറങ്ങട്ടെ. ഒരു പീസ് അവളുടെ വായിലും വെച്ചു കൊടുത്ത്, ഒരു പീസ് ഇയാളുടെ വായിലും വെച്ചു കൊടുത്ത്, അത് രാത്രി നല്ല കേൾക്കാതെ അയാളുടെ വായിൽ വെച്ചു കൊടുക്കാൻ പോകുന്നത് ഇയാളുടെ വായിൽ വെച്ചാൽ കിടക്കാൻ ഞാനില്ല ഈ മനുഷ്യന്മാർക്ക്. സുന്നത്തല്ലേ അബീവേ? നബിതങ്ങൾ പറഞ്ഞ വാക്കല്ലേ? സ്നേഹം ഉണ്ടാകണം. അങ്ങനല്ലേ സ്നേഹം ഉണ്ടാകുന്നത്? പിന്നെ എങ്ങനെ സ്നേഹം ഉണ്ടാകുന്നത്? അതാണ് സ്നേഹം. പിന്നെ പകൽ സമയത്ത് കുട്ടികളെ കാണിച്ചിരുന്ന് വായിൽ വെച്ച് കൊടുക്കാൻ പറ്റും? പിന്നെ ഈ കുട്ടിയും പോയി നാളെ LKG UKG-ക്കാർക്ക് വായിൽ വെച്ച് കൊടുക്കാൻ പോകും. കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോയിട്ട് അവർ രാത്രിയാവുമ്പോൾ പ്രശ്നമില്ല. വരുന്ന സമയത്ത് നീണ്ട കരയിൽ നല്ലൊരു മീൻ കിട്ടി കൊണ്ടുവന്നു. അപ്പോഴേ ഫ്രഷ് ആയിട്ടിരുന്ന് അയൽവക്കക്കാർക്ക് വിഷമം വരും. അതൊരു പ്രശ്നമാണ്.
അയൽവക്കക്കാരെ കൂടെ പരിഗണിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയൽവക്കക്കാരുടെ അയൽവക്കക്കാരോടുള്ള കടമകൾ എന്തെന്ന് നിങ്ങൾക്കറിയോ സഹാബ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അയൽവക്കക്കാരുമായുള്ള ബന്ധങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ സഹാബത്തിനോട് ചോദിച്ചിട്ട് ഓരോന്നും എണ്ണി പറയുക. നിന്നോട് കടം ചോദിച്ചാൽ നീ കടം കൊടുക്കണേ. നിന്നോട് സഹായം തേടിയാൽ നീ സഹായിക്കണേ. നിന്നോട് വല്ല അക്രമികളോ വല്ല കള്ളന്മാരോ കേറിയെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് സഹായത്തിന് വിളിച്ചാൽ അവരെ പോയി നീ സഹായിക്കണേ. കമാ ഖാല റസൂലുള്ളാഹി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഒരു സാധനം വല്ലതും വാങ്ങിക്കൊണ്ട് വന്നാൽ, എന്തെങ്കിലും ഫ്രൂട്ട്സോ അതല്ലെങ്കിൽ ഇറച്ചിയോ മീനോ വാങ്ങിക്കൊണ്ട് വന്നാൽ അയൽവക്കക്കാർക്ക് കൂടി നീ കൊടുക്കണേ. വൈലം തഫഅൽ ഫദ്ഖിൽഹാ സിറാ. നീ അയൽവക്കക്കാരെ കൂടെ കൊടുത്തിട്ട് നീ തിന്നാവൂ. നിന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റൂല എങ്കിൽ നീ രഹസ്യമായിട്ട് നിന്റെ വീട്ടിൽ വെച്ചത് തിന്നണം. നിന്റെ കുട്ടികളുടെ കയ്യിൽ അത് കൊടുത്തിട്ട് അതുമായിട്ട് കുട്ടികൾ പുറത്തേക്ക് പോകാൻ പാടില്ല. അത് അയൽവക്കക്കാരുടെ കുട്ടികൾ കാണുമ്പോൾ അവർക്കതൊരു വിഷമമുണ്ടാകും. അവ രാത്രി മീൻ പൊരിക്കാൻ നിൽക്കണ്ട എന്നാണ് അതിന്റെ അർത്ഥം. രാത്രി മട്ടൻ ചാപ്സ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. അപ്പുറത്തെ മണം പിടിക്കും, ഉറങ്ങാതെ മൂത്രമൊക്കെ എഴുന്നേറ്റ് അപ്പുറത്തെ ഖദീജ 12 ഇപ്പം നല്ല മീൻ പൊരിച്ചു രാത്രിയാണ്, നേരം വെളുക്കട്ടെ, സുബൈക്ക് മുമ്പേ വിളിക്കും. അല്ല ആമിന, നീ എന്താ 12:45 മീൻ പൊരിക്കുന്നത്? എന്തായിരുന്നു അവിടെ? ഞാൻ കണ്ട നല്ല മണമായിരുന്നല്ലോ. തീർന്നു. അന്ന് മൊത്തം ആശുപത്രിയില്ല. അപ്പൊ അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞ വാക്കാ ശരിയാ. ചിലപ്പോ ഇങ്ങനെ ഒരു പക്ഷെ അവരുടെ ഭാഗത്ത് അസൂയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുശുമ്പോ ഒക്കെ ഉണ്ടായി പോകും. അത് ഉണ്ടാകാതിരിക്കാൻ നബിതങ്ങൾ പറഞ്ഞു, എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അയൽവക്കക്കാർക്കൂടെ കൊടുക്കണം. കൊടുക്കാൻ നിന്റെ മനസ്സിന് വിശാലത കുറവാണോ അവര് കാണാതെ രഹസ്യമായിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രവേശിപ്പിക്കണേ. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ എല്ലാരും ഉറങ്ങിയതിനു ശേഷം വണ്ടിയിൽ നിന്ന് സാധനം കൊണ്ട് നിറക്കിയാൽ മതി. അപ്പൊ ആരും കാണൂല. അതെ, ഡോർ ടു ഡോർ വന്നാൽ പറയും, അവിടെ നിർത്തിക്കാൻ പറയും. ഇന്നലെ ഒരു 12 മണിയാകുമ്പോൾ വന്നാൽ മതി, അബി അവിടെ നിൽക്കുന്നതാണ് നിർത്തിയിട്ട് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം സാധനം കൊണ്ടുവരുള്ളൂ. അല്ലെങ്കിൽ ഈ കെട്ടിക്കൊണ്ടുവരുമ്പോൾ അകത്ത് അയൽവക്കത്തിരുന്നോട് നോക്കും, നാളെ പൊട്ടിച്ചാൽ കൊണ്ട് കൊടുക്കണ്ടേ. ചുമ്മാ ഒരു 2 സോപ്പും ഒരു 5-6 മിഠായും കൊണ്ട് കൊടുപ്പ ആ പ്രാക്കിന്ന് ഒഴിവാക്കിയിട്ട് എന്തിനാ അയൽവക്കക്കാരുടെ പ്രാക്ക് വെക്കാൻ പോണത്? ചുമ്മാ ഒരു ചീനി വിഴുകുമ്പോൾ 2 പീസ് അവർക്ക് കൊടു, ഒരു 10 തേങ്ങ ഇടുമ്പോൾ 2 തേങ്ങ അങ്ങോട്ട് കൊടു. ഇതൊക്കെയല്ലേ അയൽവക്ക ബന്ധം. അല്ല പിന്നെന്ത്? മത്തി വാങ്ങിയിട്ടുണ്ട്, 2-3 മത്തി അങ്ങോട്ട് നീണ്ട കരയെന്ന് കൊണ്ടുവന്നു, നല്ല പീസ് കൊണ്ടുവന്നോ, ഒരു മീൻ കൊണ്ടുവന്നോ, അൽഹംദുലില്ലാഹ് ഒരു പീസ് കണ്ടിച്ച് അവർ കൂടെ കൊടു. 900 രൂപ ഒരു പീസ് നെയ്മീൻ അവർ കൂടെ കൊടുക്കാല്ല. ഒരു പീസ് കൊടു. ഇല്ലെങ്കിൽ 9000 രൂപ കൊതിയുടെ വരെ ആശുപത്രി കൊടുക്കേണ്ടി വരും. ഒരു പീസ് കൊടു. അല്ല പ്രാക്ക് എന്തിനാ കേൾക്കാൻ പോകുന്ന? അയൽവക്കക്കാർക്കുള്ള ഹക്കായത്. ഇല്ലെങ്കിൽ പറയരുത്, അറിയിക്കരുത്. മണമൊന്നും ഇല്ലാത്ത നിലയിൽ പൊരിച്ചു തിന്നണം, കല്ലെ ചുട്ട് തിന്നണം. നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ നബിതങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്ന വാക്കുകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഓരോ കാര്യം അയൽവക്കക്കാരുടെ ഹക്കുകൾ അതിന്റെ വിഷയത്തിൽ നമ്മൾ അവിടെ ചർച്ച ചെയ്തു. അപ്പൊ നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ കുട്ടികളുടെ പറയണ്ട, വീടിനകത്തിരുന്നതിന് പുറത്തേക്ക് പോകരുതെന്ന് പറയണം. പുറത്തു പോകുന്നത് കണ്ടാൽ അടുത്ത കുട്ടികളാടുമ്പോൾ അത് ഇഷ്ടപ്പെടും, കൊതിയിടും. അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് വിഷമാകും, ആദ്യം തട്ടിപ്പറിക്കാൻ പോകും, അത് പിന്നെ പ്രശ്നമാകും. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞ വാക്കാണിത്. നിങ്ങളുടെ കുട്ടികളെ വീട്ടിനുള്ളിൽ തന്നെ ഇരുത്തി അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. അതുകൊണ്ട് പോട്ടെ, അയൽവക്കത്തിലേക്ക് എത്തി. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരിലേക്ക് തിരിച്ചു വീണ്ടും കടന്നു വരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരിമാരെ, തന്റെ ഭർത്താക്കന്മാർ അവരോട് പൊരുത്തം ചോദിക്കണം, അതേത് സമയത്തായാലും. അതാണ് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ ചെയ്തത്. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു. ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഏറ്റവും കൂടുതൽ മഹത്വം അല്ലാഹു കൊടുത്തു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വലിയ സന്തോഷമാണ് ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് ഖദീജ ബീവി സമ്മാനിച്ചത്. അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ സമാധാനം ഖദീജ ബീവി. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം നബി തങ്ങൾ വല്ലാത്ത ദുഃഖത്തിലും പ്രയാസത്തിലുമായിരുന്നു.
എന്നിട്ട് പോലും ഒരു തെറ്റ് പോലും ചെയ്യാത്ത ഖദീജ ബീവി നബി തങ്ങളോട് മരിക്കാറായ സമയത്ത് പൊരുത്തം ചോദിച്ചു, നബിയെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് മാപ്പാക്കണേ നബിയെ, ഫഅഫുനി യാ റസൂലല്ലാഹ്, എന്നോട് പൊറുക്കണേ നബിയെ, മാപ്പാക്കണേ നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, നബി തങ്ങളോട് ഖദീജ ബീവി പറഞ്ഞ വാക്കാണ്. നമ്മൾ ചിന്തിച്ചു നോക്ക്, മറ്റുള്ള കുടുംബക്കാരെ മറ്റുള്ളവരൊക്കെ നോക്കണമെന്നും മഹദിയായ തന്റെ ഫാത്തിമ എന്ന പൊന്നുമോളുടെ അരികെ നിൽക്കുകയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹാ. ഖദീജ ബീവി ഫാത്തിമ എന്ന പൊന്നുമോളെ വഅശാറത ഇലൈഹാ, ഫാത്തിമയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഖദീജ ബീവി പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ മകൾ എനിക്ക് ശേഷം യതീമാണ് നബിയേ, ഫൈനഹാ ബഅദി ഗരീബത്തുൻ യതീമാ لا تضربن على خدها أحد من نساء المشرك أحد من نساء القريش. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ഖുറൈശികളിൽപ്പെട്ട ഒരൊറ്റ പെണ്ണുങ്ങളെ കൊണ്ട് എന്റെ മോളുടെ കരണ തടിക്കാൻ അങ്ങ് അനുവദിക്കരുതേ നബിയേ. എന്റെ മകളോട് ദേഷ്യപ്പെടാനോ എന്റെ മകളുടെ മുഖത്ത് നോക്കി ശബ്ദമുയർത്തി സംസാരിക്കാനോ അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് അനുവദിക്കരുതേ എന്ന് മഹദിയായ ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിനോട് മരണത്തോടടുത്ത സമയത്ത് വസിയത്ത് ചെയ്യുകയാണ്. കണ്ടോ ഭാര്യയാണ് മരിക്കാൻ പോകുന്നത്. എന്നാൽ നമ്മൾ ഒരുപക്ഷെ അത്യസന്ന നിലയിലാണ്, എന്നാൽ അറിയാലോ മാരകമായ രോഗം, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ, അതുപോലെ രോഗങ്ങളെ തൊട്ട്. പക്ഷെ മരിച്ചു പോകുമെന്നുള്ള ഉറപ്പ് വരുമ്പോൾ വിളിച്ചിട്ട് നമ്മൾ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചിട്ട് എന്താ പറയാ, മോളെ നോക്കണം, എന്റെ മകളെ നോക്കണം, ചേട്ടന്റെ മോളെ നോക്കണം, ചിലപ്പോൾ വിധവയായവരും എത്തിയമായ മക്കളാണ്, അവരെയൊക്കെ നോക്കണം, അവരെ ഒന്ന് നമ്മുടെ മക്കളെ കൊണ്ടോ മുതിർന്നവരെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടോ വേദനിപ്പിക്കരുത്, ആക്ഷേപിക്കരുത്, അടിക്കരുത്, കരയിക്കരുത്, അവരുടെ കണ്ണുനീര് വീട്ടിൽ വീഴരുത് എന്നുള്ള നല്ല ഉപദേശങ്ങൾ ഒരു പെണ്ണ് ചെയ്തു കൊടുക്കണം ഭർത്താവിന്റെ മുന്നിൽ. അതാ വേണ്ടത്, മനസ്സിലായില്ലേ? നമ്മുടെ മകളെന്ന് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നിൽക്കുന്നവരെല്ലാം നല്ല നിലയിൽ കാണണമെന്ന് ഉപദേശിക്കണം. അതാണ് ഖദീജ ബീവിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഉദാഹരണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫറുബ്ബമാ ഇടയ്ക്കിടയ്ക്ക് ആയിഷ ബീവിയോട് ഖദീജ ബീവിയെ കുറിച്ച് പറയുമായിരുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റുബ്ബമാ ദബഹത് ലഹാ ശാത ثم يقطع അളാ ثم يبعث في صدائق ഖദീജ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഖദീജ ബീവിയെ ഓർത്തുകൊണ്ട് ആടറുത്ത് കഷണങ്ങളാക്കി, ഇറച്ചി കഷണങ്ങളാക്കി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ തോഴിമാർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇത് കണ്ടിട്ട് സഹിക്കവയ്യാതെ ആയിഷ ബീവി ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ് കഅല്ലം യകുൽ ലക ഫി ദുനിയാ ഇല്ലാ ഖദീജ, അങ്ങേക്ക് ദുനിയാവിൽ ഖദീജയല്ലാതെ ഒരു ഭാര്യയില്ലേ? അസൂയ കുറുമ്പ് പെണ്ണുങ്ങളുടെ സ്വഭാവം ഉണ്ടോ? ഖദീജ ബീവിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയൊക്കെ നന്മ ചെയ്തപ്പോൾ ആയിഷ ബീവിക്ക് പിടിക്കുന്നില്ല. അപ്പം പിന്നെ ഇവിടുത്തെ നാടൻ പെണ്ണുങ്ങൾക്ക് പിടിക്കുമോ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കിടയിലേ അസൂയാണ്. പിന്നെ നമ്മുടെ നാടൻ പെണ്ണുങ്ങളുടെ കാര്യം പറയണോ? വടക്കന്തലക്കാരി പെണ്ണുങ്ങളുടെ കാര്യം പറയണോ? പറയണോ സംഭവം? ഇടയ്ക്കൊന്ന് പോയിരുന്നു പറഞ്ഞു നോക്ക്, ചുമ്മാ രാത്രി തമാശയ്ക്ക് പെണ്ണുമ്പിള്ളടുത്ത് പറഞ്ഞു നോക്ക്, നിന്നെ കൊണ്ട് കടിഞ്ച ഇടാൻ പോലും പറഞ്ഞിട്ടുണ്ട്. ആരിഫ അടുത്ത കാണാൻ പറഞ്ഞിരുന്നെങ്കിൽ ആളെ തീർന്ന് ചവിട്ടി എടുത്ത് പൊക്കി എടുത്ത് ഇറങ്ങി തീർന്നു. അബദ്ധത്തിലങ്ങ് വന്നു പോകല്ലേ. ഞാൻ ആരിഫ എന്നല്ല പറഞ്ഞത്, ആരിഫായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. അള്ളാഹുവിന്റെ ആരിഫായിട്ട് ജീവിച്ചാൽ റിഫായി ഷെയ്ഖിനെ പോലെ ജീവിക്കാൻ കഴിയായിരുന്നു. അങ്ങനെ പറഞ്ഞ നീ ആരിഫാന്ന് തെറ്റിദ്ധരിച്ചു പോയല്ലോ. അയ്യോ അങ്ങനെ പറഞ്ഞാണ് എന്റെയൊക്കെ. അങ്ങനെ എന്തെങ്കിലും തവീൽ ചെയ്യാൻ പറ്റിയ പേരെ പറയാം, അല്ലാത്തതൊന്നും പറഞ്ഞു പോകരുത്. എന്തെങ്കിലും വീണാൽ ഉരുളാൻ പറ്റിയ ഒരു കേസ് കേട്ടേ പറയാം. അല്ലാതെ അയൽവക്കത്തെ ആരിഫാടെ കാര്യം പറഞ്ഞാൽ നമ്മളത് കാര്യം തീർന്ന് കട്ടപ്പോക. നേരം വിളക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ ഇന്നാലില്ലായി വൈകുന്നേരം രാജ്യം എന്തെങ്കിലുമൊക്കെ തന്നുകളയും. പെണ്ണുങ്ങൾ തന്നെ അങ്ങനെയാണ്. അല്ലോ ഇതുപോലത്തെ ഒരു സാധനം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നാന്ന് പറഞ്ഞാലും പെണ്ണുങ്ങളെ വിശ്വസിക്കരുത് എന്നാണ്. ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നവളാണെന്ന് പറഞ്ഞാൽ പോലും ഈ പെണ്ണുങ്ങളെ വിശ്വസിക്കരുത് എന്നാണ്. അപ്പൊ ഖദീജ ബീവിയുടെ ആയിഷ ബീവിയുടെ ഒക്കെ സംഭവം തന്നെ നമുക്കൊരു തെളിവല്ലേ. ഖദീജ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇടയ്ക്കിടയ്ക്ക് നബിതങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഖദീജ ബീവിയുടെ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ആയിഷ ബീവിക്ക് ഹലാലാവും. അപ്പൊ പറയുന്ന വാക്കാണ്, നിങ്ങൾക്കൊരു ഖദീജ ഉണ്ട്, ഖദീജ എപ്പോഴും ഖദീജ ഖദീജ ഖദീജ
ഞങ്ങളൊന്നും പെണ്ണുങ്ങളല്ലേ നബിയെ, ഞങ്ങളൊന്നും പെണ്ണുങ്ങളല്ലേ നബിയെ. അങ്ങനെ പറയുന്നു. കുറുമ്പ്, ഭയങ്കര കുറുമ്പുകാരിയാ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് മൃദുലമായി മയമായിട്ടേ പെരുമാറിയിരുന്നുള്ളൂ. അതായിരുന്നു നബി തങ്ങളുടെ ശൈലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 11-12 ഭാര്യമാരിൽ ഒരാളെ പോലും അല്ലാഹുവിന്റെ റസൂൽ വേദനിപ്പിച്ചിട്ട് ഇല്ല. പഞ്ച് കൊടുക്കാറായി കാണില്ലേ? ഇതെല്ലാം കൊണ്ടുവരുമ്പോ അതിന്റെ തെളിവ് അതായിരുന്നു. അവിടെ ഒരു ഉമ്മ മരിക്കാൻ, ഒരാൾ സഹാബി മരിക്കാറായി കിടക്കുന്നു. ഞാൻ അങ്ങോട്ട് പോയില്ല, അതിനിടയ്ക്ക് ഇങ്ങനെ കയറി വന്നതാണ് സംഭവം. സമയമുണ്ടല്ലേ? 10-15 മിനിറ്റ് പറയാം. അല്ല, എന്തായാലും നിലവറ തുറന്നല്ലോ. നിലവറ തുറക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ടു. നിലവറ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഇത്രത്തോളം സ്നേഹിച്ചതും അവർ രണ്ടുപേരുമുള്ള കുടുംബജീവിതത്തിൽ സന്തോഷം പങ്കിട്ടതും. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപൂർണ്ണ തൃപ്തനായിട്ടാണ് ഖദീജ ബീവി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അവർക്കിടയിൽ ഒരു വിഷമമില്ല, ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ആയിഷ ബീവി തൃപ്തിയായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഭാര്യയും ഭർത്താവ് രണ്ടു കൂട്ടരും തൃപ്തിപ്പെടണം. ഇന്ന് പോയിട്ട് പൊരുത്തം ചോദിച്ചോണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കടമ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ന്യൂനതകളൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ പരിഹരിക്കണം. അത് ശരിയാണ്. ഇടയ്ക്കൊക്കെ അവളെയൊക്കെ കൊണ്ടുപോയി കറങ്ങാനൊക്കെ ഒന്ന് കൊണ്ടുപോകണം. നമ്മുടെ ചിലപ്പോൾ അതിന്റെ ദേശീയ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്. ഒന്ന്, കറങ്ങാൻ കൊണ്ടുപോയ ഭയങ്കര കറങ്ങാൻ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് കടയിൽ കൊണ്ട് കയറ്റിയേക്കണം. ബില്ല് മാത്രം നമ്മൾ അടയ്ക്കുക. അവളെ അങ്ങ് വിട്ട കടന്ന് മേടിച്ചു കൊടുക്കാൻ. അത് ചുരിദാറോ ഒക്കെ മേടിക്കാം. നമ്മളാവുമ്പോൾ 1800 രൂപയ്ക്ക് സാധനം വാങ്ങിക്കും, അവളാവുമ്പോൾ 17,700 രൂപയ്ക്ക് സാധനം വാങ്ങിക്കും. അത്രയുള്ളൂ വ്യത്യാസം. അവിടെ അങ്ങോട്ട് വിട്ടേക്കണം സംഭവം. അതാണ് അവരുടെ ഇഷ്ടം. അല്ല നമ്മൾ പോയിട്ട് മേടിച്ചു കൊടുക്കുന്നതൊന്നും അല്ല. നിന്റെ ഇക്ക അല്ല ഞാൻ വാങ്ങിച്ചു തരുന്നത്, അതല്ല എനിക്ക് ഇഷ്ടം, അതല്ല എനിക്ക് നല്ലത്. അതല്ല ഇക്ക തന്നെ ശരിയാണ്. നിങ്ങൾക്ക് അല്ല ചില സ്ഥലത്തൊക്കെ അളവൊന്നും നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് പറയുന്ന കടായി ഞങ്ങൾ പോയി മേടിച്ചോളാം, അതൊക്കെ വേണ്ട ഞങ്ങൾ പോയി മേടിച്ചോളാം. എന്നാലും 17,000 രൂപ അളവുണ്ടോ കുറച്ചവർ? ഇത്രയ്ക്ക് വലിയ അളവൊക്കെ എന്താ? അതൊക്കെ ഇച്ചിരി കടുപ്പമായി പോയല്ലോ സംഭവം. നമ്മൾ ഹൗസ് ഡ്രൈവറിന്റെ കൂട്ടി വെളിയിൽ നിന്നോണം. എല്ലാം കഴിഞ്ഞിട്ട് ഇക്ക പോയിട്ട് ഒരു ചായ എല്ലാം ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് കറങ്ങി പള്ളി പരിഷ്കരിച്ചിട്ട് പോവാ. ഞാൻ ഇതെല്ലാം കഴിയുമ്പോൾ മിസ് കാൾ അടിക്കാൻ വിളിക്കാൻ. അത് മിസ് കാളെ വിളിക്കത്തുമില്ല. എല്ലാം കഴിയുമ്പോൾ ATM ഇതുമായിട്ട് അങ്ങോട്ട് പോയാൽ മതി. അൽഹംദുലില്ലാ, ഭയങ്കര സന്തോഷമായിരിക്കും. അന്നത്തെ രാത്രിത്തെ ഉറക്കം മാഷാ അല്ലാഹ് സ്വർഗത്തിൽ ഉറങ്ങുന്നത് പോലെയാ. ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇവർക്ക് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറിയുന്ന സ്വർണം മേടിച്ചു കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ്. ഈ സ്വർണം ഈ ഭൂലോകം മൊത്തം കൊണ്ട് വെച്ച് കൊടുത്താലും അതിന്റെ ഇടയ്ക്ക് നിന്ന് കുളിപ്പിച്ചാൽ പിന്നെയും കിട്ടിയ വരട്ടെ എന്നേ പറയുള്ളൂ. അപ്പൊ ഈ അടുത്ത സമയത്ത് കാസർഗോഡ് ഒരു കല്യാണം നടന്നു. 700 പവൻ. എന്റെ പൊന്നോ, എവിടൊക്കെ കൊണ്ടാ ഇടുന്ന 700 പവൻ. ചെറുക്കൻ അങ്ങോട്ട് കാണാൻ പോയപ്പോ 200 പവൻ, തിരിച്ച് 700 പവൻ. എവിടുന്നപ്പ ഈ ഇത്രയും പവനൊക്കെ കിട്ടുന്നത്? ഒരു ജുവലറുടെ കൊണ്ടുപോയിട്ട്. അപ്പൊ ഇതൊക്കെ കിട്ടിയിടുന്ന അതിലൊന്നും വലിയൊരു റാഹത്തില്ല ബീവി. അതിലെന്താ ഒരു സംഭവം? അതിലൊക്കെ എന്താ റാഹത്തിരിക്കുന്നത്? അതിലൊന്നും വലിയൊരു റാഹത്തൊന്നുമില്ല. അതൊന്നുമല്ല, കൊടുക്കലോ വാങ്ങലോ ഒന്നുമല്ല. ഒരു ഭർത്താവ് ഇഷ്ടപ്പെട്ട് നിനക്ക് വാങ്ങിത്തരുന്ന ഡ്രസ്സുകള്, ഭർത്താവ് ഇഷ്ടപ്പെട്ട് വാങ്ങിത്തരുന്ന സ്വർണം, ഭർത്താവിന്റെ ഇഷ്ടപ്രകാരമുള്ള ചെരുപ്പ്, ഇക്കാക്ക് ഇഷ്ടമുള്ള വാങ്ങിത്താക്ക, ഇക്കാക്ക് ഇഷ്ടമുള്ള സ്വർണ്ണം. അങ്ങനെ ഒരു ഭാര്യ പറഞ്ഞ അതല്ലേ ഭാര്യ. അതല്ലാത്തതൊക്കെ വെറുതെയാണ് ഭാര്യ. അതാണ് എന്റെ അർത്ഥം. സ്വന്തമായിട്ട് അവളുടെ സ്വന്തം ഇഷ്ടം, ഇക്കാടെ ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുത്ത അൽഹംദുലില്ലാ, ഞാൻ അതിൽ തൃപ്തിയാണ് പൂർണ്ണമായിട്ട്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മഹദിയാണ് ആയിഷ സിദ്ദീഖ. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലാഹു അറിയിച്ചതാണ് ആയിഷ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ സന്തോഷത്തോടെ ജീവിതം നയിച്ചു. ഈ ലോകത്തോട് വിട പറയുന്ന വേള ഖദീജ ആയിഷ ബീവി പറയുകയായി, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യാ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൂഫിയ ഫീ ബൈതി വബൈന സഹരി വനഹരി. നബി തങ്ങൾ മരിക്കാൻ പോവുകയാണ്. നബി തങ്ങളുടെ വഫാത്തിന്റെ സമയമാണ്. നബി തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്ന വേളയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ തന്റെ നെഞ്ചോട് ചേർത്ത് കിടത്തിയിരിക്കുകയാണ്. ആയിഷ ബീവി പറഞ്ഞ വാക്ക്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യാ, അല്ലാഹു എൻ്റെ മേൽ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൂഫിയ ഫീ ബൈതി
വഫീ യൗമി വബൈന സഹരി വനഹരി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ എന്റെ ചാരത്ത് കിടന്നാണ് മരിച്ചത്, എന്റെ വീട്ടിൽ വെച്ചാണ് മരിച്ചത്, എനിക്കുള്ള ദിവസത്തിലാണ് മരിച്ചത്. അല്ലാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. കണ്ടോ, ഒരു ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഭാര്യയുടെ നെഞ്ചിൽ കിടന്ന് മരിച്ചു. അതാണ് എനിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു ഭാര്യ അതല്ലേ ആഗ്രഹിക്കേണ്ടത്? എന്റെ ഭർത്താവിനെ ഞാൻ നല്ല സന്തോഷത്തോടു കൂടി, അദ്ദേഹമാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ രോഗശയ്യയിലാണെങ്കിൽ ഞാനായിരിക്കും അടുത്ത് എപ്പോഴും ഖിദ്മത്ത്, എന്റെ മടിയിൽ കിടന്ന് മരിക്കട്ടെ, എന്റെ കൈ കൊണ്ട് വെള്ളം കുടിച്ച് മരിക്കട്ടെ, എന്റെ തലോടലിൽ മരിക്കട്ടെ. അതാണ് ഭാര്യ, അതാണ് സന്തോഷം, ഏറ്റവും വലിയ ഭാഗ്യമാണ്. നബീന റസൂലുള്ളാഹി തങ്ങളുടെ മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, വീണ്ടും അല്ലാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹം, വജഅല ബൈന റീഖി വരീഖിഹി, എന്റെ ഉമിനീരും നബി തങ്ങളുടെ ഉമിനീരും മരണവേളയിൽ അല്ലാഹു യോജിപ്പിച്ചു എന്നത് എനിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ ഏറ്റവും വലിയ അനുഗ്രഹമത്രേ. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല്ല് തേച്ചു കൊടുത്തു ആയിഷ ബീവി മരിക്കുന്ന സമയത്ത്. ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ സഹോദരിമാരെ, ചെയ്തു കൊടുക്കണം. സുഖമില്ലാതെ കിടക്കുകയാണ്, ചിലപ്പോൾ അത്യസന്ന നിലയിലൊക്കെയാണെന്നറിയാലോ. ഇപ്പൊ വയസ്സായ ഉമ്മ മാപ്പാക്ക് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഇല്ലേ, ഇതൊക്കെ ചിന്തിക്കണം. ആ സമയത്ത് മിസ്വാക്ക് ചെയ്തു കൊടുക്കണം. ആ മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ പല്ലുകൊണ്ട് കടിക്കണം, കടിച്ചിട്ട് ഒന്ന് നേർമയുള്ളതാക്കിയിട്ട് മയമാക്കിയിട്ട് ഒന്ന് തേച്ചു കൊടുക്കണം, കഴുകാതെ. അതാണ് ഇവരുടെ തുപ്പലും അവരുടെ തുപ്പലും, ഇവരുടെ ഉമ്മനീരും അവരുടെ ഉമ്മനീരും കൂടെ യോജിക്കും. അതാണ് ആയിഷ ബീവി പറഞ്ഞത്, എനിക്ക് എന്റെ റസൂല്, എനിക്ക് എന്റെ റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹം, വജഅല ബൈന റീഖി വരീഖിഹി, എന്റെ ഉമ്മനീരും നബി തങ്ങളുടെ ഉമ്മനീരും അല്ലാഹു യോജിപ്പിച്ചു അത്രേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ മിസ്വാക്ക് ചെയ്യട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ ഫഅശാറ ബിറഅസിഹി അൻഅം, തന്റെ തല കൊണ്ട് ആംഗ്യം കാണിച്ചു. അതെ ആയിഷ, ഞാൻ മിസ്വാക്ക് എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഉലയ്യനുഹു ലക യാ റസൂലല്ലാഹ്. നോക്കണേ, ഒരു അദബാണ്, മര്യാദയാണ്. മിസ്വാക്ക് കൊണ്ടുവന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ പ്രയാസമായിരുന്നു. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ തടിക്കഷ്ണം, അതിനെയോ കടിച്ച് ഒക്കെ ഒന്ന് നേർമയാക്കണം, നേർമയുള്ളതാക്കണം. പക്ഷെ നബിതങ്ങളോട് ആയിഷ ആ സമയത്ത് ചോദിച്ചു, നബിയെ ഉലയ്യിനുഹു ലക യാ റസൂലല്ലാഹ്, ഞാൻ കടിച്ച് മയമാക്കി തരട്ടെ നബിയെ? കണ്ടോ, അഥവാ ഭർത്താവിനോട് അവിടെയും ചോദിച്ചു. സുഖമില്ലാതെ കിടക്കുമ്പോ നമ്മുടെ ഇഷ്ട അനുസരിച്ച് തൊള്ള അങ്ങോട്ട് തുറന്ന് ജ്യൂസ് അടിച്ച് അങ്ങോട്ട് വായിക്കാത്തൊക്കെ കൊത്തിക്കറ്റി തിന്ന് മനുഷ്യ ആന്റിബയോട്ടിക് അടിക്കാനുള്ളതല്ലേ കയറ്റി അങ്ങോട്ട് കയറ്റി, വേണ്ടെന്ന് പറഞ്ഞാലും പിന്നെ തള്ളിക്കയറ്റ, വേണ്ടെന്ന് പറഞ്ഞ നടക്കത്തില്ല, ഒന്നും കയറ്റി അല്ലെങ്കിൽ ചാവ്, രണ്ടല്ലെന്ന് ഉറപ്പാണ്. അങ്ങനെയൊക്കെയാണോ ചെയ്യാ? പാവം, അതൊക്കെയാണ് ഒരു രോഗിയുടെ ഒന്ന് പരിഗണിക്ക്, എന്റെ പൊന്നു പെങ്ങളെ ഒന്ന് പരിഗണിക്ക്. ഇതൊക്കെ ഭാര്യയും ഭർത്താക്കന്മാരും സ്വർഗത്തിലും നിങ്ങൾ തന്നെയാ. അല്ലോ, ഇതിനെയാണ് ഇനി എനിക്ക് എവിടെയും കിട്ടുക? പോയി, എന്റെ എല്ലാം പോയി, എന്റെ ആഗ്രഹം എല്ലാം പോയി, തീർന്നു, എനിക്കിനി മരിക്കണമെന്നേ ഇല്ല. പടച്ച റബ്ബേ, 766 കൊളസ്ട്രോളും 320 ഷുഗർ 415 പ്രഷർ, ഇതിനെ സ്വർഗത്തിൽ കിട്ടി എനിക്ക് അവിടെയും പൊക്കിക്കൊണ്ട് ക്ലിനിക്ക് തിരക്കി കിടക്കാനൊന്നും എന്നെ കൊണ്ടുപോയി, അവിടെ കഞ്ഞി അരച്ചു കൊടുക്കാനൊന്നും എന്നെ കൊണ്ടൊന്നും വയ്യ. പടച്ചവൻ ആപ്പിൾ ജ്യൂസ് എവിടെ കിട്ടാനാ? എന്റെ റബ്ബേ, ഇനി എനിക്ക് മരിക്കണ്ട, എന്റെ റബ്ബേ. പോയില്ലേ പെണ്ണുങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഇതിനെ അവിടെ കിട്ടുമെന്ന്. അല്ലാ, അപ്പൊ നിങ്ങളെ ഞങ്ങൾക്കാണല്ലോ കിട്ടുക, നിങ്ങളെ തന്നെയാണല്ലോ നമുക്കും കിട്ടുക. അത് അങ്ങനെ ചിന്തിക്കരുത്. അവിടെ പോകുമ്പോൾ നമ്മൾ ഈ കോലത്തിലൊന്നുമല്ല, നമ്മളെ ചെറുപ്പക്കാരിയാക്കി നമ്മൾ പോലും അറിയില്ല നമ്മളാണോ എന്നുള്ളത്. ആ കോലത്തിൽ അല്ലാഹു മാറ്റി റാഹത്താക്കി തരും. അങ്ങനെയാണ്, അങ്ങനെ ആഗ്രഹിക്കാവും. ഇവിടുത്തെ ഭർത്താവിനെ തന്നെ എനിക്ക് അവിടെയും കിട്ടണം, ഇവിടുത്തെ ഭാര്യയെ തന്നെ എനിക്ക് അവിടെയും കിട്ടണം, അങ്ങനെ ആഗ്രഹിക്കണം. അതല്ലേ റാഹത്ത്, അതല്ലേ ഒരു കുടുംബ ജീവിതം. അവിടെ ഹൂറി എന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? പിന്നെ ഇവിടുത്തെ ഹൂറി ആരെന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കിടന്ന് നമുക്ക് എന്തെല്ലാം ചെയ്തെന്നു, തുണി അലക്കി തന്ന്, വസ്ത്രം കഴുകി തന്ന്, നിങ്ങൾക്ക് വേണ്ട എന്തെല്ലാം ഹിദ്മത്തുകളൊക്കെ ചെയ്തു തന്നിട്ട് ഇവളെ വേണ്ടാതെ ഇവളെ കളഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ പോയിട്ട് ഹൂറിയെ മാത്രം കെട്ടി നടന്നാൽ അത് പിന്നെ സൈഡിലേക്ക് അത് കിടന്നുള്ളൂ, അത് വിഷയമില്ല. അവിടെ പെറ്റിയൊന്നുമില്ല, അവിടെ കള്ളക്കേസൊന്നുമില്ല, അത് അല്ലാഹു ഫ്രീ ആയിട്ടുള്ള തരുന്നതാണ്. അതൊന്നുമില്ല. അതിനോട് ഇന്നൽ ഫിൽ ജന്നത്തിലെ സൂഖ, ഒരു സൂഖ് തന്നെ ഉണ്ടെന്നാ പറഞ്ഞത്. സൂഖ്, ഇന്നത്തെ സൂഖ്, നമ്മൾ മാളിൽ പോകുന്നില്ലേ, മാളിൽ പോകുന്നതിന് ലൈൻ അടിക്കാനാ പോകുന്നത്, സാധനം മേടിക്കാനൊന്നും അല്ല. ഇവൻ ഇവിടെ പോയിട്ട് ഷോപ്പിംഗ് മാളിൽ ചുമ്മാ ലുലുവിൽ കയറി ഇങ്ങനെ കറങ്ങി കിടന്ന് ആ പെണ്ണിന്റെ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ അവിടെ നിർത്തി അവൾ മാറ്റി നമ്പർ മേടിക്കാനും ബ്ലൂടൂത്തിൽ അങ്ങോട്ട് നമ്പർ മെസ്സേജ് അതിന് വേണ്ടിട്ട് പോകുന്നതാണ്. അല്ല എന്തോ സാധനം മേടിക്കാനാ, ഒരു ബ്രഷ് വാങ്ങിക്കണം 412 കൊടുക്കണം, ലുലു പോയിട്ട് 412 ബ്രഷ് മേടിക്കണം.
ഒരു മുണ്ട് വാങ്ങിക്കൊരു 412 കൊടുത്ത് മയ്യത്തോണിയുടെ ബാക്കി കിട്ടി അത് കൊടുക്കാൻ നടക്കുകയാണ് ഇവൻ. എവിടെയെങ്കിലും ബാക്കി കിടപ്പുണ്ടെങ്കിൽ ഇവനാ പിന്നെ 412 ബ്രഷ് മേടിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് പോകുന്നത് എന്തിനാണ്? സൂക്കിൽ പോയാൽ പെണ്ണുങ്ങളെ കാണാം. അപ്പൊ അള്ളാഹു തആല നാളെ സ്വർഗത്തിൽ ഇതേപോലെ ഒരു സൂക്ക് വെച്ചിട്ടുണ്ട്, മാൽ. അങ്ങനെ വുമൻസ് മാൽ എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചുള്ളതിനെ കിട്ടും. രാവിയുടെ ഒക്കെ ചെറിയ ഉണ്ടില്ലേ, രാവിയൊക്കെ അപ്പളെ പോക്ക എല്ലാവരും തന്നെ എല്ലാവരും ആഗ്രഹമുണ്ട്. നമ്മളും വിടുവോ സംഭവം. ഈ പിസ്ത പോകുന്നോണ്ടോ ഓട്ടം കണ്ടില്ല നിങ്ങളും പറയും. അന്നേരം ഒന്നും ആരും അന്വേഷിക്കാൻ നിൽക്കൂല. അബീബാവും കിട്ടുന്നതിനൊക്കെ ഓടിച്ചാടി പിടിക്കില്ല തന്നെയല്ലേ അവിടെ സംഭവം. ആരാ ഇപ്പൊ അന്വേഷിക്കാൻ പോകുന്നത്? ഈ ഡിസംബർ 31 അന്ന് രാത്രി 12 മണിക്ക് ബീച്ചിൽ ലൈറ്റ് അടയ്ക്കുന്ന നോക്കിയിരിക്കും ഓരോരുത്തർ. ആരെ പറയും പോയി നിൽക്കണം, ആരെ പറയും പോയി നിൽക്കണം. നേരത്തെ 11:55 ആകുമ്പോഴേ പോയി നിൽക്കും എന്നത് പറയുന്ന പോലെ സ്വർഗത്തിൽ ഓടി. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഓടേണ്ട ആവശ്യമില്ല. അള്ളാഹ് നമുക്ക് ഇഷ്ടമുള്ളതിന് തരും. ക്ഷമിക്കണ്ട, നമ്മുടെ ഭാര്യയും കിട്ടും, നമ്മുടെ ഭർത്താവിനും കിട്ടും, നമ്മുടെ മക്കളെയും കിട്ടും. അള്ളാഹു ആ കുടുംബത്തോടു കൂടി സ്വർഗത്തിൽ താമസിക്കാൻ തൗഫീഖ് തരട്ടെ. അതാണ് ജന്നാത്തു അദ്ൻ യദ്ഖുലൂനഹാ വമാ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. അദ്നെന്ന് പറയുന്ന സ്വർഗം, അവിടെ മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും കുടുംബസമേതം അവരവിടെ താമസിക്കുമത്രേ. വൽ മലായികതു യദ്ഖുലൂന ഫീഹാ മിൻ കുല്ലി ബാബ്. മലാക്കമാർ സ്വർഗത്തിന്റെ പല വാതിലുകളിലൂടെ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് മംഗളാശംസ നേരുകയാ. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചതിന്റെ ഫലമായി അല്ലാഹു നിങ്ങൾക്ക് സുഖലോലുപരായി ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളും നൽകിയില്ലേ. സലാം സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. സന്തോഷം സന്തോഷം സന്തോഷം. സുഖാട്ട് കഴിഞ്ഞോ. ഞങ്ങൾ ഇനി സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മലക്കള് എഴുതാനോ നോക്കാനോ ഒന്നുമില്ല. CCTV പോലും ഇല്ല അവിടെ. ഇഷ്ടനുസരിച്ചാകാം എന്നാണ്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ ഭാര്യയാണ് അള്ളാഹുടെ നൽകുന്നത്, ഇവിടുത്തെ ഭർത്താവിനാണ്. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ മരിക്കണം. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എനിക്ക് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്റെ ഭർത്താവിന്, എന്റെ ഹബീബിന് ഞാൻ എന്റെ ഉമനീര് പുരണ്ട ആ മിസ്വാക്ക് കൊണ്ട് പല്ല് തേച്ചു കൊടുത്തു. ആയിഷ ബീവി പല്ല് തേച്ചിട്ട് അതേപോലെ നബി തങ്ങൾ തേച്ചെടുത്ത് കഴിയില്ല. അവരുടെ രണ്ടുപേരുടെ ഉമ്മനീര് യോജിച്ചില്ലേ മരിക്കുന്ന സമയത്ത്. അതാണ് ഏറ്റവും വലിയ ബർക്കത്ത്. അതാണ് ഏറ്റവും വലിയ. ഇന്നമാ ഫഅലത ദാലിക ബൈന സൗജി വസ്സൗജതി മിനൽ ഇൻബിസാദ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മനോബന്ധം, ആത്മീയ ബന്ധം, അത് നിലനിൽക്കുന്നതിന്റെ ഭാഗമാണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഉമ്മനീര് തമ്മിൽ യോജിക്കുക. അതാണ് വിളിച്ച് വെള്ളം കുടിച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് അവളും കൊടുക്കണം, അവള് കുടിച്ചത് നമ്മളും കുടിക്കണം. നമ്മൾ കുടിച്ചത് അവള് കുടിക്കും, പക്ഷെ അവള് കുടിച്ചത് നമുക്ക് കുടിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചോറൊക്കെ ഇളക്കിയിട്ടിട്ട് അവക്കൂടെ കൊടുക്കണം. അത് വേണമെങ്കിൽ അവള് തിന്നും, ഗതിയില്ലാതെ കൊണ്ട്. അവൾ ഇളക്കിയത് നമ്മൾ തിന്നണം, പറ്റുമോ? അതാണ് സംഭവം. അതാണ് യഥാർത്ഥത്തിലുള്ള കുടുംബ ജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അതന്നെ, അവൾ ഇളക്കിയത് നമ്മൾ തിന്നണം. അവളൊക്കെ ഇളക്കിയതല്ല, അവലും പഴമൊക്കെ ഇളക്കിക്കൊണ്ട് തരുമ്പോൾ നമ്മളറിയാം. നമ്മളൊക്കെ ചില വടക്കൻ വീട്ടിലൊക്കെ വടക്കോട്ടൊക്കെ പോകുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, കണ്ണൂർ ഞാൻ പോയപ്പോൾ അടുത്ത സമയത്ത്, ആ ഉസ്താദിന് അവല് ഇളക്കിയത് നല്ലതാണ്, അതും ചായ. ഞാൻ പറഞ്ഞു, കൈയിട്ട് ഇളക്കിയതെന്ന് എനിക്ക് വേണ്ട. അവല് ഇളക്കിയത് എന്തായാലും പെണ്ണുങ്ങൾ കൈയിട്ട് ഇളക്കാതില്ലേ, അതെന്തായാലും നമ്മൾ കാണുന്നല്ലേ. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനിടയ്ക്കൂടെ ഒക്കെ ഇങ്ങനെ ചാടുക. അതൊക്കെ തിന്നുന്ന ടേസ്റ്റാ തിന്നാനൊക്കെ സംഭവം. പക്ഷെ എന്നാലും കാണാതിരുന്നാൽ, ഇയാൾ വിളിച്ചു പറയാതിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ അറിയാതെ വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ മിക്സിക്കകത്തിട്ട് ഇറക്കാൻ വല്ല വഴിയുണ്ട്. ഇപ്പൊ എല്ലാം മിക്സ് ചെയ്യാന്നല്ലോ സംഭവം. ചുമ്മാ തമാശ പറഞ്ഞാണ്. എന്റെ പൊന്നെ പെങ്ങളെ, നിങ്ങളെ ദേഷ്യപ്പെടല്ലേ, അല്ലോ നിങ്ങളുടെ കൈയില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോയത് തന്നെ സംഭവം. എന്റെ പൊന്നെ, അതുകൊണ്ട് നിബിധങ്ങൾ പറഞ്ഞാൽ എന്താ, ആ കൈ എപ്പോഴും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണമെന്നാണ്. പക്ഷെ അവലും പഴവും കാണരുത് അതിനകത്ത്. അല്ലാതെ കൈ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിക്കണം. സ്നേഹം വർദ്ധിക്കാൻ അതൊരു കാരണമാകുമെന്നാണ്. ഒരു ഭാര്യയും ഭർത്താവിന്റെ കൈകൾ തമ്മിൽ ചേർത്ത് കൂട്ടിയിളക്കിയാൽ അതിന്റെ ഇടയിലൂടെ അവരുടെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വാള് കഴിഞ്ഞ് പോകുമ്പോ കൈയൊക്കെ പിടിച്ചോണ്ട് പോണം കേട്ടോ, മാറിപ്പോരുത്. താത്ത വേറെ ആവരുത്. കൈ എന്റെ നബിതങ്ങൾ പറഞ്ഞല്ലേ, എന്റെ കൈ കയറി പിടിക്കുന്നത്, അയ്യോ നീ ഞാൻ കഴിച്ച എന്റെ കെട്ടിയോളാന്ന്. ഒരു സുന്നത്ത് ഹയാത്താക്കാൻ പോയതാ, അവസാനം ഫിത്നായ ഹയാത്താക്കേണ്ടി വരും സംഭവം. അതുകൊണ്ട് അത് സൂക്ഷിച്ചോണം. നബിതങ്ങൾ പറഞ്ഞ വാക്കുകൾ.
എന്തായാലും ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അവർ തമ്മിൽ എപ്പോഴൊക്കെ വലിയ ഇടയ്ക്ക് വഴക്കുണ്ടാവും, അതേപോലെ സന്തോഷം ഉണ്ടാവും. വഴക്കുണ്ടാകണം, ഭാര്യയും ഭർത്താക്കന്മാരുടെ വഴക്കുണ്ടാകണം, പക്ഷെ ആ വഴക്കുണ്ടായിട്ട് നമ്മൾ സന്തോഷം നൽകുന്നത് അതാണ് വേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതത്തിൽ. അതല്ലാതെ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ ഒടുക്കത്തെ വഴക്കുണ്ടാക്കി അടിയും വഴക്കുണ്ടാക്കി ഒരു ബന്ധവുമില്ല, ഒരു സ്നേഹവും ഇല്ലാതെ കഴിഞ്ഞുകൂടലല്ല വേണ്ടത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. ഭാര്യ ഒരു റൂമിൽ, ഭർത്താവ് മറ്റൊരു റൂമിൽ, എത്ര വലിയ ായാലും പ്രശ്നമായാലും ഒരൊറ്റ രാത്രി കൊണ്ട് ആ പ്രശ്നങ്ങൾ മൊത്തം പരിഹരിക്കണം. അതാണ് യഥാർത്ഥമായ ഭാര്യയും ഭർത്താവും. ഭാര്യയെ നീ അങ്ങോട്ട് പോകണം, ഭർത്താവല്ല നിന്റെ അരികിലേക്ക് വരേണ്ടത്. അതാദ്യം പഠിച്ചോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയായ പ്രിയങ്കരിയായ ആയിഷ ബീവി പറയുകയാണ്, യാ മഅ്ശറൻ നിസാ ലൗ തഅലമന ബിഹഖി അസ്വാജികുന്ന അലൈകുന്ന ലജഅലത് അൽമർഅതു മിൻകുന്ന തംസഹുൽ ഗുബാറ അൻ ഖദമൈ സൗജിഹാ ബിഖദ്ദി വജിഹാ നിസാഉകും മിൻ അഹ്ലിൽ ജന്ന ഇദാ ആദത് ഔ ഉദീത് അതത് സൗജഹാ حتى تضع يدها في يدي ثم تقول لا أقول لا أطعم غمضا لا أشرب غمضا حتى ترضى أو كما قال حبيبنا رسول الله. സ്വർഗസ്ത്രീയായ പെണ്ണാരാണ്, സ്വർഗസ്ത്രീയായ ഭാര്യ ഏതാണ്, സ്വർഗത്തിലെ കുടുംബിനി ആരാണ്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിന്നെ നിന്റെ ഭർത്താവ് വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, നിനക്ക് നിന്റെ ഭർത്താവിനോട് ദേഷ്യമാണ്, പകയാണ്, വിരോധമാണ്, വിദ്വേഷമാണ്, മോളെ നിനക്ക് സ്വർഗത്തിൽ പോകണോ? അത്തത്ത് സൗജഹാ, വിദ്വേഷത്തോടെ വെറുപ്പോടെ നിന്നോട് മിണ്ടാതിരിക്കുന്ന നിന്റെ ഭർത്താവിന്റെ അരികിലേക്ക് നീ കടന്നു വന്നിട്ട് നിന്റെ ഇക്കാടെ കൈയെടുത്ത് നിന്റെ കൈവെള്ളയിലേക്ക് വെച്ചിട്ട് പറയണം, ലാ അദൂഖു ഗംളൻ ഹത്താ തർളാ, എന്റെ ഇക്ക എന്നോട് പൊറുക്കുന്നത് വരെ, എനിക്ക് മാപ്പ് നൽകുന്നത് വരെ, എന്നോട് മിണ്ടുന്നത് വരെ, സംസാരിക്കുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല, കുടിക്കുകയില്ല എന്ന് പറയുന്ന പെണ്ണെ, അവൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി.